സംസാരിക്കാൻ പിശുക്ക് കാണിക്കുന്നവരോടാണ് പറയാനുള്ളത്. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ട് എവിടെ കൊണ്ടുപോകാനാ? സാധാരണയായി ഈ ഡയലോഗ് പറയാറുള്ളത് കാശിൻ്റെ കാര്യത്തിൽ പിശുക്ക് കാണിക്കുന്നവരോടാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അതിനേക്കാളും ഭീകരമാണ് സംസാരിക്കാൻ മടി കാണിക്കുക എന്നത്. മനഃപൂർവ്വമല്ല, പക്ഷേ നമ്മളൊക്കെ ഒരു കാലത്ത് മതി വരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ കയ്യിലേക്ക് ആ ഇത്തിരി കുഞ്ഞൻ വന്നു, നമ്മുടെ മൊബൈൽ ഫോൺ. ഞാൻ അതിനെതിരെ അല്ല സംസാരിക്കുന്നത്, പക്ഷേ ഇന്ന് നമ്മുടെ നാവിനേക്കാൾ നമ്മുടെ വിരലുകളാണ് കൂടുതൽ സംസാരിക്കുന്നത്. അതും എവിടെയൊക്കെയോ ഇരിക്കുന്ന ആരോടൊക്കെയോ. നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ്, മക്കൾ, അങ്ങനെ ഒരു നീണ്ട നിര. എന്നാൽ നമ്മുടെ ഇരിപ്പും ഭാവവും കണ്ടാൽ ആരും നമ്മുടെ അടുത്തില്ലാത്ത പോലെയാണ്. എപ്പോൾ നോക്കിയാലും ബിസി. തലയും കുമ്പിട്ടിരുന്നാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണില്ല. എന്നാൽ ഇത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു വലിയ ശൂന്യതയുണ്ട്. പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള അകന്നുപോക്ക്, ബന്ധങ്ങളിലെ വിള്ളലുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുത്തുവാക്കുകൾ, അനാരോഗ്യകരമായ സൗഹൃദങ്ങൾ, മറ്റാരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ. 65% വിവാഹമോചനങ്ങളുടെയും പ്രധാന കാരണങ്ങളിലൊന്ന് പരസ്പരം ആശയവിനിമയം ഇല്ല എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ കുറയും തോറും തൻ്റെ പങ്കാളിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഉത്കണ്ഠയായി മാറുന്നു. അതുമാത്രമല്ല, തങ്ങളുടെ ബന്ധത്തിൻ്റെ കെട്ടുറപ്പിനെ പറ്റിയും ഉത്കണ്ഠാകുലരാകുന്നു. പരസ്പരം ഉള്ള പഴിചാരലുകൾ, അസൂയ, സംശയം, ദേഹോപദ്രവം ചെയ്യുക, കുറ്റപ്പെടുത്തലുകൾ, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുക, വിവാഹേതര ബന്ധങ്ങൾ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇത് കാരണമാകുന്നു. എന്തും തുറന്നു പറയാനുള്ള സ്പേസും തൻ്റെ പങ്കാളിയുടെ മുഖമൊന്ന് മാറിയാൽ പോലും തിരിച്ചറിയാനുള്ള കഴിവുമൊക്കെ എവിടെയൊക്കെയോ കൈമോശം വന്നു. ഇന്നത്തെ ജീവിതം മൊത്തം ഊഹാപോഹങ്ങളുടെ പിറകെയാണ്. എന്നാൽ തുറന്നുള്ള സംസാരം, പരസ്പരം കേൾക്കാനുള്ള ഒരു മനസ്സ് എന്നിവ ഉണ്ടായാൽ തന്നെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കണ്ടുപിടിക്കാൻ കഴിയും. ഒട്ടും വൈകിയിട്ടില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവരല്ലേ? സംസാരത്തിന് തിരികൊളുത്താൻ മുൻകൈ എടുത്താൽ മതി. പിന്നാലെ സന്തോഷത്തിൻ്റെ പൂത്തിരി വിടരുന്നതും നിങ്ങൾക്ക് കാണാം.